ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീ വിജയിക്കുമോ ഇല്ലയോ എന്നത്. അത് നിൻ്റെ കഴിവുകളല്ല തീരുമാനിക്കുന്നത്. അതിലും വലിയൊരു കാര്യമുണ്ട്. അതാണ് നിൻ്റെ ശീലങ്ങൾ ഓർ ഹാബിറ്റ്സ്. നീ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നു, എങ്ങനെ ജീവിക്കുന്നു, എത്ര ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നു, ഇതൊക്കെയാണ് നിൻ്റെ ഭാവി എങ്ങനെയാകണം എന്ന് തീരുമാനിക്കുന്നത്. പലരും കരുതുന്നു വിജയിക്കാൻ വലിയ ടാലൻറ്റ് വേണം, ഒരുപാട് പണം വേണം, അല്ലെങ്കിൽ പ്രത്യേക കഴിവ് വേണമെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ വിജയിക്കുന്ന ആളുകളുടെ രഹസ്യം വേറെയാണ്. അവർ ചെറിയ കാര്യങ്ങൾ ദിവസേന റിപ്പീറ്റ് ചെയ്യുന്നു. അവർ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നു. അവർ കൺസിസ്റ്റൻസി നിലനിർത്തുന്നു. നീ രാവിലെ എപ്പോൾ എഴുന്നേൽക്കുന്നു? നീ ദിവസത്തിൻ്റെ ആദ്യ മണിക്കൂറുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു? നീ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്ന അമിത സമയം നിന്റെ ലക്ഷ്യത്തിനായി ഉപയോഗിച്ചാൽ നീ വിജയിക്കില്ലേ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് നിന്റെ ജീവിതം മാറുന്നത്. ഒരു ദിവസം നീ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടല്ല വിജയം വരുന്നത്. ദിവസം തോറും, മാസം തോറും, വർഷം തോറും നീ ചെയ്യുന്ന ചെറിയ പരിശ്രമങ്ങളാണ് വലിയ വിജയമായി മാറുന്നത്. മറ്റൊന്നുകൂടി മനസ്സിലാക്കണം, ഡിസിപ്ലിൻ ഇല്ലാതെ വിജയമില്ല. നിന്റെ ലക്ഷ്യം വലുതാണെങ്കിൽ നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ തയ്യാറാകണം. പലപ്പോഴും നമ്മൾ മോട്ടിവേഷന് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് മൂഡില്ല എന്ന് പറയും. പക്ഷേ വിജയിക്കുന്ന ആളുകളുടെ മനസ്ഥിതിയല്ല അവരുടെ വിജയജീവിതം തീരുമാനിക്കുന്നത്. അത് അവരുടെ ശീലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിന്റെ ജീവിതം മാറണമെങ്കിൽ ആദ്യം നിന്റെ ശീലങ്ങൾ മാറ്റണം. ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, കുറച്ച് സമയം വായിക്കുക, കുറച്ച് അറിവുകൾ നേടാൻ അത് സഹായിക്കും. ഡെയിലി ഗോളുകൾ സെറ്റ് ചെയ്യുക, ഡിസ്ട്രാക്ഷൻസ് കുറക്കുക. ഹാബിറ്റ്സ്, ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി എന്നിവ കൊണ്ട് വിജയിച്ച ഒരുപാട് ആളുകളുണ്ട്. അതിൽ കുറച്ചുപേരെ നമുക്കൊന്ന് നോക്കാം. ആദ്യമായി വിരാട് കോഹ്ലി. അദ്ദേഹം ടാലൻ്റ് ഉള്ള ഒരു പ്ലെയർ ആയിരുന്നെങ്കിലും അദ്ദേഹത്തെ ടോപ്പ് ക്രിക്കറ്ററിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ, ഹാബിറ്റ്സ് ആണ്. സ്ട്രിക്റ്റ് ഡയറ്റ്, ഒരിക്കലും മിസ് ചെയ്യാത്ത ഫിറ്റ്നസ് റുട്ടീൻ, കൺസിസ്റ്റൻസി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം. അടുത്തത് ഈലോൺ മസ്ക്. സ്പേസ് എക്സ്, ടെസ്ല കമ്പനികൾ പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. ദിവസം 10 മുതൽ 12 മണിക്കൂർ വരെ ജോലി, കണ്ടിന്യൂസ് ലേണിംഗ്, വിജയം കാണുന്നതുവരെയുള്ള പരിശ്രമം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ വിജയം. അടുത്തത് ഡോക്ടർ APJ അബ്ദുൽ കലാം സർ. അദ്ദേഹത്തിൻ്റെ സിമ്പിൾ ലൈഫ്, ഡിസിപ്ലിനുള്ള ജീവിതം, ദിവസവുമുള്ള പഠനം, അദ്ദേഹത്തിൻ്റെ ശീലങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തെ ലോകമറിയുന്ന ഒരു ശാസ്ത്രജ്ഞനാക്കി മാറ്റിയത്. ഇന്ത്യൻ പ്രസിഡന്റ് എന്ന നിലയിലേക്കും അദ്ദേഹത്തെ എത്തിച്ചത് ഈ കൺസിസ്റ്റൻസിയാണ്. അടുത്തതായി സച്ചിൻ. മണിക്കൂറുകൾ നീണ്ട പ്രാക്ടീസ്, വർഷങ്ങളോളമുള്ള ഡെഡിക്കേഷൻ, കൺസിസ്റ്റൻസി എന്നിവയാണ് അദ്ദേഹത്തെ ഒരു ലെജൻഡ് പ്ലെയറാക്കി മാറ്റിയത്. അടുത്തതായി ലോകം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ പ്ലെയറിൽ ഒരാളായ ക്രിസ്ത്യാനോ റൊണാൾഡോ. സ്ട്രിക്റ്റ് വർക്കൗട്ട്, ഫുഡ് ഡിസിപ്ലിൻ, ഹാർഡ് വർക്ക് എന്നിവയാണ് അദ്ദേഹത്തെ മികച്ച ഒരാളാക്കി മാറ്റിയത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ടാലൻറ്റ് വിതൗട്ട് ഹാർഡ് വർക്ക് ഇസ് നത്തിങ്. ഹാർഡ് വർക്ക് ഇല്ലെങ്കിൽ ടാലൻ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. ഇവരിലെല്ലാവരിലുമുള്ള ഒരു കോമൺ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ മോട്ടിവേഷൻ നോക്കി മാത്രമല്ല വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ സക്സസ് ബിൽഡ് ചെയ്തത്. അവർ അവരുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് സക്സസ് ആയത്. നിനക്ക് വലിയ ടാലൻ്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. ശരിയായ കൺസിസ്റ്റൻസി, ശീലങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ നീയും വിജയിച്ചിരിക്കും. ഇന്ന് നീ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നാളെ നിന്റെ വലിയ വിജയങ്ങളായി മാറും. അതിനാൽ ഇനി വൈകിപ്പിക്കേണ്ട, ഇപ്പോൾ തന്നെ തുടങ്ങുക. നിന്റെ ജീവിതം നിന്റെ കൈകളിലാണ്. നിന്റെ ശീലങ്ങൾ മാറ്റുക, നിന്റെ ഭാവിയെ മാറ്റുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയുള്ള മോട്ടിവേഷന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഏത് കാര്യത്തിലാണോ മോട്ടിവേഷൻ വേണ്ടത് അത് കമൻ്റായി ഇട്ടാൽ
നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ചെയ്യുന്നതാണ്.